നമ്മൾ പോകുന്ന മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നില്ലേ, ഈ മിന്നിക്കുന്ന പരിപാടിയാണ് പലപ്പോഴും ഈ പദ്ധതി. അതൊരു വലിയൊരു ട്രാപ്പായിട്ട് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അത് മുമ്പുണ്ട്, പക്ഷെ ഇപ്പം അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട്. സറഗേറ്റ് ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണൊന്ന് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഡൈനാമിക്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയുമോ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം പല പ്രൊഡക്ട്സുകളും ലീഗലി പരസ്യം ചെയ്യാൻ ബാൻഡാണ്. അപ്പോൾ ആ ബ്രാൻഡുകൾ വിസിബിലിറ്റി വേണോ അവർക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരസ്യം ചെയ്യാൻ പറ്റുന്ന ഒരു വെർട്ടിക്കൽ ഡെവലപ്പ് ചെയ്യും. ആ വെർട്ടിക്കലിൽ ഭയങ്കരമായിട്ട് വിസിബിലിറ്റി കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ കിങ്ഫിഷറിൻ്റെ മെയിൻ ബിസിനസ് എന്താ? ലിക്കർ അവർക്ക് പിന്നെ അഡ്വർടൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്ര മാസ് കമ്മ്യൂണിറ്റിയിലേക്ക് അങ്ങനെ പബ്ലിക്കിന് പല രീതിയിലും അത് തടസ്സമുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുക? അതിന് പകരം സോഡ ഡിവിഷൻ ഡെവലപ്പ് ചെയ്യും, അതല്ലെങ്കിൽ മിനറൽ വാട്ടറിൽ ഡെവലപ്പ് ചെയ്യും, മറ്റു പല സാധനങ്ങളും ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സുകൾ ഉണ്ട്. അതിപ്പോൾ മാൽബ്രോ, അവർക്കും ഇതേപോലെ തന്നെ കുറേ ബൈ പ്രൊഡക്ട്സുകളുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ പോയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ടീമിനൊക്കെ ഉണ്ടാക്കും, വലിയ സ്പോർട്സ് ടീമൊക്കെ സ്പോൺസർ ചെയ്തിട്ട് അവരുടെ ടീമാക്കി മാറ്റും. അതിന് മാക്സിമം ഹൈപ്പ് കൊടുക്കും. അപ്പോൾ ആളുകളെ വിസിബിലിറ്റി ഈ സാധനം വന്നു, എന്നിട്ട് ഇത് ത്രൂ അവരുടെ പ്രൊഡക്റ്റിലേക്ക് ഡൈവേഷൻ വരും. അതാണ് ആക്ച്വലി സറഗേറ്റ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ സറഗേറ്റ് ബ്രാൻഡിങ്ങിൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഡൈനാമിക്സ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത്, മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്കിങ് അറ്റൻഷൻ. അത് മുമ്പുണ്ട്, ഇപ്പോൾ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കൂടി. ഏർലി സ്റ്റേജ് ഓണ്ടർപ്രണേഴ്സോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണ്ടർപ്രണേഴ്സോ പുതിയ വർട്ടിക്കലിലേക്ക് ഡെവലപ്പ് ചെയ്യുമ്പോഴോ വരുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലീഗലി പ്രോബ്ലം അല്ലാതിരുന്നിട്ടും കുറേ ആൾക്കാർ സറഗേറ്റ് ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട് ഹൈപ്പർ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ചിലപ്പം എക്സ്പോർട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ അയാൾക്ക് എന്തില്ല, പേരില്ല, അല്ലെങ്കിൽ അറിയപ്പെടുന്നില്ല. പുള്ളിയുടെ ആ എക്സ്പോർട്ട് നെയിമോ അല്ലെങ്കിൽ മറ്റോ ഉപയോഗിച്ചിട്ട് പുള്ളി ഭയങ്കര വിസിബിലിറ്റി, ചിലപ്പോൾ ഭയങ്കര ഒരു ടെക്സ്റ്റൈൽ തുടങ്ങാം, അതല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് തുടങ്ങാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹൈ വിസിബിലിറ്റി ഉള്ള സാധനം ചെയ്യാം. ബുട്ടീക്ക് തുടങ്ങാം, ജ്വല്ലറി തുടങ്ങാം, അതല്ലെങ്കിൽ മറ്റു പ്രൊഡക്ട്സുകൾ, കഫേ ചെയിൻ തുടങ്ങാം. നമ്മുടെ സാധാ ഓണ്ടർപ്രണേഴ്സ് ഇവർ ചിലപ്പോൾ ഒറ്റയടിക്ക് 10 ഔട്ട്ലെറ്റിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവർ പുറത്തുനിന്ന് കാണാം, ഓക്കെ, ദേ ആർ മേക്കിംഗ് സോ മച്ച് മണി ഔട്ട് ഓഫ് ദിസ് ബിസിനസ്. ഇവർ പോയിട്ട് എന്ത് ചെയ്യും? ആ ബിസിനസ് പോയിട്ട് ചാടും. ആക്ച്വലി അവർക്ക് ലോങ് ടൈം പ്ലാൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വിസിബിലിറ്റി മാത്രമായിരിക്കും അതിൻ്റെ ഉദ്ദേശം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മൊത്തം ROI ബേസ്ഡ് ആയിരിക്കും ഇവരുടെ ഇൻറ്റൻഷൻ. ഇവർ പോയിട്ട് അവിടെ ചെയ്യാൻ പാറ്റുകൾ തീയിൽ പെട്ടുപോയ പോലെ പെട്ടു. അപ്പോൾ ഏത് ബിസിനസ്സിനെയും സറഗേറ്റ് ചെയ്യുന്നതിന് പല ഫോർമുലകളും ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് പല പ്രൊജക്റ്റുമായിട്ട് നമ്മൾ വെറ്റിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ കമ്പനി സെക്രട്ടറിയോ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള അറിയപ്പെടുന്ന ആളുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് അയക്കും. നമ്മൾ ഈ പ്രൊജക്റ്റ് ഇങ്ങനെ വെറ്റ് ചെയ്ത് നോക്കും, നമുക്കറിയാൻ പറ്റും ആക്ച്വലി മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഈ ബിസിനസ് മോഡലിൽ നിന്നോ അല്ലെങ്കിൽ ഇതേ ബിസിനസ്സിൽ നിന്നോ ആളുകൾ രക്ഷപ്പെടാനിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇതെങ്ങനെ സക്സസ്ഫുള്ളി എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ബിസിനസ്സിലേക്കായിരിക്കും ഈ വിസിബിലിറ്റി മാത്രം കണ്ടിട്ട് കുറേ ആൾ കൊന്നിട്ട് ചാടുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഇവർ ചിലപ്പോൾ ഹാർഡായിട്ട് മണിയായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇവർക്ക് ലോസ് വരും. അപ്പോൾ അതാണ് എനിക്ക് സറഗേറ്റ് ബ്രാൻഡിങ്ങിൻ്റെ വേറൊരു ഡൈനാമിക്കാണത്. ആക്ച്വലി അത് ഡയറക്റ്റ് പറയുകയാണെങ്കിൽ ഇങ്ങനെയല്ല, പക്ഷേ ഈ ഡൈനാമിക്സ് പോയിട്ട് നമ്മളെന്ത് ചെയ്യരുത്, ചീറ്റ് ചെയ്യപ്പെടരുത്. നമ്മൾ പോകുന്ന മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നില്ലേ, ഈ മിന്നിക്കുന്ന പരിപാടിയാണ് പലപ്പോഴും ഈ പദ്ധതി. അതൊരു വലിയൊരു ട്രാപ്പായിട്ട് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അത് മുമ്പുണ്ട്, പക്ഷേ ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഞങ്ങളിത് ഭയങ്കരമായിട്ട് വളരുന്നു എന്നുള്ള സാധനങ്ങൾ ഇവരിങ്ങനെ മാർക്കറ്റിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിലും ഭയങ്കരമായിട്ട് ആളുകളെ പോയി ട്രാപ്പ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അങ്ങനെ ആളുകൾ പോയിട്ട് ആ പ്രൊജക്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ള ഫീൽഡിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എൻഡ് ഓഫ് ദി ഡേ ഈ ഫണ്ട് ലോസ് ആയിട്ടേക്കും അറിയാം. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ, നമ്മൾ അവരൊരു ടെംപ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അവരോട് ചിലപ്പോൾ ഒരാൾ നോ പറഞ്ഞാലും ഇവർ കേൾക്കില്ല. അപ്പോൾ എപ്പോഴും വൈസ് ഡെസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം.